മുനമ്പത്തേക്ക് പോകാം. മുനമ്പം വഖഫ് അധിനിവേശത്തിൽ ഭൂമിയുടെ ആദ്യകാല കൈമാറ്റങ്ങൾ സംബന്ധിച്ച കൂടുതൽ രേഖകൾ പുറത്ത്. 1915-24 കാലഘട്ടത്തിലെ പാട്ടവ്യവസ്ഥകൾ സംബന്ധിച്ചുള്ളതാണ് രേഖകൾ. പുഴ പുറമ്പോക്കായിരുന്ന ഭൂമി തിരുവിതാംകൂർ മഹാരാജാവ് അബ്ദുൾ സത്താർ ഹാജി മൂസയ്ക്ക് കൃഷി ആവശ്യത്തിന് കൈമാറിയത് വ്യക്തമാക്കുന്നതാണ് ഈ തെളിവുകൾ. വിവരങ്ങളുമായി ജിജീഷ് കർണാകനൊപ്പം ചേരും. ജിജീഷ്, ഒരുപക്ഷെ മുനമ്പം അധിനിവേശ വിവാദത്തിൽ വിഷയത്തിൽ ഏറ്റവും നിർണായകമായേക്കാവുന്ന തെളിവുകളാണിത്. കാർഷിക ആവശ്യത്തിന് കൊടുത്ത ഭൂമി അത് പിന്നീട് എവിടെ എത്തി നിൽക്കുന്നു എന്ന ചോദ്യം. ജിജീഷ്. കൃഷ്ണരാജ്, വീണ, ഇക്കാര്യത്തിൽ അനുദിനം പുതിയ പ്രധാനപ്പെട്ട ചില തെളിവുകൾ മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം ഇതെല്ലാം തന്നെ വഖഫ് ഭൂമി എന്ന അവകാശവാദക്കാർക്കുള്ള കനത്ത തിരിച്ചടിയായി മാറുന്ന രേഖകൾ കൂടിയായി മാറുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. കാരണം ഏറ്റവും ആദ്യം പുഴപ്പുറമ്പോക്കാണ് എന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി പുറത്തു വന്നിട്ടില്ലാത്ത ഒരു രേഖയായിരുന്നു. 1901 രേഖ, 1905 പ്രസിദ്ധീകരിച്ച സെറ്റിൽമെന്റ് രേഖ, അത് പുറത്തു വന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്ന ആ ഭൂമി അബ്ദുൾ സത്താർ സേട്ട് എന്ന വ്യക്തിക്ക്, അതായത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതികരിച്ചിരിക്കുന്ന ഷംസാദ് സേട്ട് എന്ന സ്ത്രീയുടെ മുത്തശ്ശനായ അബ്ദുൾ സത്താർ സേട്ടിന് 1915 കാലഘട്ടത്തിൽ 14 കാലഘട്ടത്തിലുള്ളതായിട്ടാണ് അതിൽ രേഖകളിൽ വ്യക്തമാക്കുന്നത്. 1924 ഇതിലുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകളിൽ ചില തീയതികൾ വെച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അത് ആ ഭൂമി നൽകിയിരിക്കുന്നത് പ്രധാനമായും കൃഷി ആവശ്യത്തിനാണ് ഈ ഭൂമി നൽകുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇത് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ എങ്ങനെയാണ് കാലങ്ങളായി അല്ലെങ്കിൽ പിന്തുടർന്നു വരുന്ന ഒരു വഖഫ് ഭൂമിയാണ് എന്ന രീതിയിലെല്ലാം അവകാശവാദം ഉന്നയിക്കുമ്പോൾ സർക്കാരിന്റെ കൈവശം അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജാവിന്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു ഭൂമി ഒരാൾക്ക് പാട്ട വ്യവസ്ഥയിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്നു. നിശ്ചിത കാലത്തേക്ക് അത് കൃഷി ചെയ്യാനുള്ള അവകാശം മാത്രം നൽകിക്കൊണ്ട് നൽകുന്ന ഭൂമി അത് പിന്നീട് ഭാഗാധാരവും തീരാധാരവും എല്ലാം നടത്തിക്കൊണ്ട് സിദ്ദിഖ് സേട്ട് എന്ന ഈ അബ്ദുൾ സത്താർ ഹാജിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത, യാതൊരു രക്തബന്ധവുമില്ലാത്ത, പരമ്പരയിൽപ്പെടാത്ത മറ്റൊരാളുടെ കൈവശം എത്തുന്നു. അയാൾ ആ ഭൂമിയുടെ ഒരു നോട്ടക്കാരനായി മാത്രം എത്തി, അതിൻ്റെ ഒരു കസ്റ്റോഡിയൻ മാത്രമായി എത്തി. പിന്നീട് ആ കൈകളിലേക്ക് എത്തുന്ന ഭൂമി അത് വിൽപ്പന നടത്തുന്നു, അത് ഫാറൂഖ് കോളേജിന് വിൽപ്പന നടത്തുന്നു. അവിടെയാണ് ഈ ഒരു അവകാശവാദം ഉന്നയിക്കുന്നതും അത് തീർത്തും പൊള്ളയാണ് എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ തന്നെയാണ്. ഇത് കൃഷി ആവശ്യത്തിന് നൽകിയിരുന്ന ഭൂമിയാണ് എന്നതുകൂടി പുറത്തു വരുമ്പോൾ, കാരണം നേരത്തെ പുഴപ്പുറമ്പോക്കാണ് എന്നത് വിവരങ്ങൾ കൃത്യമായി തന്നെ വന്നിരുന്നു, അതിൻ്റെ രേഖകൾ പുറത്തുവിടാൻ കഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അത് കൃഷിക്ക് നൽകി ആ പുഴപ്പുറമ്പോക്കായ ഭൂമി ഇനി നിങ്ങൾക്ക് കൃഷി നടത്താമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അബ്ദുൾ സത്താർ ഹാജിയുടെ ആവശ്യം, അദ്ദേഹത്തിന് കൃഷി നടത്തണമെന്നൊരു ആവശ്യം പരിഗണിച്ചുകൊണ്ട് 400 ഏക്കർ ഭൂമി നൽകുന്നത്. ആദ്യം 500 ഏക്കറിലധികം ഭൂമി ഉണ്ടായിരുന്നു, പിന്നീട് 400 ഏക്കറോളമായി ആ ഭൂമി വർഷങ്ങൾക്ക് ശേഷം ചുരുങ്ങുന്നു. കടൽ കയറുന്ന ഒരു സാഹചര്യത്തിൽ വർഷങ്ങൾക്ക് അകം സംഭവിക്കുന്ന ഒരു സ്വാഭാവിക പ്രതിഭാസം എന്ന രീതിയിൽ അത്തരം ഭൂമിയിലെ പ്രതിഭാസങ്ങൾ നടക്കുന്നു, കടലിലെ പ്രതിഭാസങ്ങൾ നടക്കുന്നു. ആ ഭൂമി കുറയുന്നു. അത് 400 ഏക്കർ ആയപ്പോഴാണ് കൃഷി ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. മാത്രമല്ല, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട മുൻകാല രേഖകൾ എന്ന കാര്യം വഖഫ് ട്രിബ്യൂണൽ ചോദിച്ചിരുന്നു. ഒപ്പം തന്നെ ജുഡീഷ്യൽ കമ്മീഷനും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പ്രധാനമായും ചോദിച്ചിരുന്നു. 1900 കാലഘട്ടത്തിലെ രേഖകൾ എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ഉന്നയിക്കുന്ന ഇരുഭാഗങ്ങൾക്കുമുള്ളത് എന്ന കാര്യമായിരുന്നു പ്രധാനമായും ജുഡീഷ്യൽ കമ്മീഷൻ ചോദിച്ചിരുന്നത്. അത് വഖഫ് ഭൂമിയാണ് എന്ന് വാദിക്കുന്നവർക്ക് അത് വഖഫ് ഭൂമിയാണ് എന്ന് തെളിയിക്കാനുള്ള രേഖകൾ മുൻകാലങ്ങളിൽ ഉണ്ടോ എന്ന ചോദ്യം ഉയർന്നിരുന്നു. അത് വഖഫ് ഭൂമി അല്ല എന്ന് വാദിക്കുന്നവർക്ക് അത് വഖഫ് ഭൂമി അല്ല എന്ന് തെളിയിക്കാനുള്ള കൃത്യമായ രേഖകൾ മുൻകാലങ്ങളിൽ ഉണ്ടോ എന്ന ചോദ്യവും പ്രധാനമായും ഉയർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അത് വഖഫ് ഭൂമി അല്ല എന്ന് വാദിക്കുന്നവർക്കുള്ള പ്രധാനപ്പെട്ട തെളിവുകളായി മാറുന്ന രേഖകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇത് മുൻനിർത്തിയാകും ഇനിയുള്ള പ്രധാനപ്പെട്ട വാദങ്ങളെല്ലാം നടക്കുക.